ഉത്തർപ്രദേശിൽ സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച മസ്ജിദ് മുസ്ലിങ്ങൾ തന്നെ പൊളിച്ചുമാറ്റി. 4 ദിവസത്തിനുള്ളിൽ തന്നെ കയ്യേറ്റ ഭൂമി ഒഴിഞ്ഞു പോകണമെന്നും ഇല്ലെങ്കിൽ ബുൾഡോസർ കയറി ഇറങ്ങുമെന്ന വ്യക്തമായ മുന്നറിയിപ്പ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ പള്ളി കമ്മിറ്റി അംഗങ്ങൾ തന്നെ ഈ പള്ളി പൊളിച്ചു മാറ്റാൻ മുൻകൈയെടുത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ സംഫാൽ അസ്മോലി പ്രദേശത്തെ റായ ബസൂക്കർ ഗ്രാമത്തിൽ നിർമ്മിച്ച മസ്ജിദാണ് ഇപ്പോൾ മുസ്ലിങ്ങൾ തന്നെ പൊളിച്ചു നീക്കം ചെയ്തിരിക്കുന്നത്. സർക്കാർ ഭൂമി കയ്യേറിക്കൊണ്ട് നിർമ്മിച്ച പള്ളിയാണ് ഇപ്പോൾ അവരുടെ സമുദായത്തിൽ നിന്നുള്ള അംഗങ്ങൾ തന്നെ പൊളിച്ചു മാറ്റാൻ മുൻകൈ എടുത്തിരിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്ക് ശേഷമായിരുന്നു സമുദായ അംഗങ്ങൾ ഒത്തുചേർന്നുകൊണ്ട് തന്നെ മസ്ജിദ് പൊളിച്ചു നീക്കം ചെയ്തത്. ഏകദേശം 510 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള സർക്കാർ ഭൂമിയിലാണ് പള്ളി അനധികൃതമായി തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. ഒക്ടോബർ 2 പോലീസിന്റെയും അവിടുത്തെ ഭരണ ഉദ്യോഗസ്ഥരുടെയും സംയുക്ത സംഘം പ്രദേശം സന്ദർശിക്കുകയും വ്യത്യസ്ത സർക്കാർ പ്ലോട്ടുകളിൽ അനധികൃതമായി തന്നെ നിർമ്മിച്ച 2 വിവാഹ ഹാളുകൾ പൊളിച്ചു മാറ്റണം അല്ലെങ്കിൽ പൊളിച്ചു നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. അന്ന് തന്നെ 4 ദിവസത്തിനുള്ളിൽ പള്ളിയും നീക്കം ചെയ്യേണ്ടി വരുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരുന്നത്. തുടർന്നുകൊണ്ട് ഗത്യന്തരമില്ലാതെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റുമുട്ടലോ അല്ലെങ്കിൽ അത്തരത്തിൽ അസ്വസ്ഥതയോ ഒഴിവാക്കാൻ വേണ്ടി ഗ്രാമവാസികൾ കമ്മ്യൂണിറ്റി യോഗം ചേർന്നുകൊണ്ട് തന്നെ പള്ളി സ്വയം പൊളിച്ചു മാറ്റുകയാണ് ഉണ്ടായതെന്നും വ്യക്തമാകുന്നു. വെള്ളിയാഴ്ച ജുമാ നിസ്കാരം നടത്തിയ ഉടൻ തന്നെ പ്രദേശത്തെ പുരുഷന്മാർ അവിടെ ചുറ്റി തിരിയുകയും അവിടെ മറ്റു ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒത്തുകൂടി മതിലുകൾ പൊളിച്ചു നീക്കാൻ തുടങ്ങുകയാണ് ഉണ്ടായത്. സംഘർഷം ഒഴിവാക്കാൻ സ്വമേധയാ സ്വീകരിച്ച നടപടിയാണ് എന്നതാണ് നാട്ടുകാർ ഈ നീക്കത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നതും. അതേസമയം അനധികൃത കയ്യേറ്റങ്ങൾക്ക് നേരെ യോഗി സർക്കാർ കർശന നടപടിയാണ് അവിടെ സ്വീകരിക്കുന്നത്. സർക്കാർ ഭൂമിയാണ്, അവിടെ വീട് കെട്ടി താമസിക്കുന്നവർക്കെതിരെയും അത് ഒഴിപ്പിക്കുന്നതിനും എല്ലാം തന്നെ യോഗി വളരെയധികം മുൻകൈയെടുത്ത് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. അതേസമയം കുളം നികത്തിക്കൊണ്ട് അനധികൃതമായി അവിടെ നിർമ്മിച്ച ഒരു പള്ളി പൊളിച്ചു നീക്കുന്നതിൽ കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിൽ UP സർക്കാർ ബുൾഡോസർ ഇറക്കി കോടതി ഉത്തരവ് നടപ്പിലാക്കുകയും ചെയ്തു. പ്രദേശത്ത് വൻതോതിൽ വെള്ളക്കെട്ടുണ്ടാക്കിക്കൊണ്ട് വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നതിനെ തുടർന്നുകൊണ്ടായിരുന്നു കോടതി ഇടപെട്ടുകൊണ്ട് തന്നെ പള്ളിയും അതുപോലെ തന്നെ വിവാഹ മണ്ഡപവും പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകിയത്. സംഫാലിലെ അസ്മോലി പോലീസ് സ്റ്റേഷന് സമീപത്തെ ആ പ്രദേശത്ത് തന്നെയായിരുന്നു ഇത്തരത്തിൽ ബുൾഡോസർ നടപടി സ്വീകരിച്ചത്. ജനതാ വിവാഹ ഹാൾ ഉൾപ്പെടെയുള്ള ഈ കെട്ടിടം അനധികൃതമായി നിർമ്മിച്ചതാണ് എന്നും അവിടെ കുളത്തിനരികെ തന്നെ നിർമ്മിച്ച കെട്ടിടം ഗ്രാമത്തിൽ വെള്ളക്കെട്ടിന് കാരണമാകുന്നുവെന്നും മജിസ്ട്രേറ്റ് വ്യക്തമാക്കുകയാണ് ചെയ്തത്. ഇത് സംബന്ധിച്ച് എല്ലാ കക്ഷികളുടെയും അഭിപ്രായവും നിലപാടും കോടതി കേട്ടതിനു ശേഷമായിരുന്നു പൊളിച്ചുമാറ്റൽ ഉത്തരവ് പാസാക്കിയതെന്നും അതിൽ അപ്പീൽ നൽകിയിട്ടില്ല എന്നും ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു. ക്രമസമാധാന പാലനത്തിനായി തന്നെ പോലീസിന്റെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും കനത്ത വിന്യാസം അവിടെ ഉണ്ടായിരുന്നുവെന്നും വ്യക്തമാക്കുന്നു. ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് പൊളിച്ചു നീക്കൽ നടപടി നടത്തി. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഓപ്പറേഷൻ സമയത്ത് തന്നെ ഗ്രാമവാസികൾ അവരുടെ വീടുകൾ തന്നെ തുടരാൻ, അതായത് ഈ പ്രദേശത്ത് താമസിക്കുന്നവർ അവരുടെ വീടുകളിൽ തന്നെ തുടരാൻ അധികൃതർ നിർദ്ദേശവും നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.